ഇതേപോലൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിസേബിൾ ആയി പോയ ഒരുപാട് പേര് ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, കാണുന്നുണ്ടായിരിക്കും. ആൻഡ് എന്തുകൊണ്ടാണ് ഒരുപാട് പേരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോൾ ഡിസേബിൾ ആയി പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു 3 മാസം മുന്നേ എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആയി പോകുന്നത് അല്ലെങ്കിൽ ഡിസേബിൾ ആയി പോകുന്നത്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവാതെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വെക്കാം എന്നുള്ളതാണ്. കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് പകുതി കൂടുതൽ വരുന്ന മെസ്സേജുകളും അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിസേബിൾ ആയി പോയി, അതെങ്ങനെ റിക്കവർ ചെയ്യാം, അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ്. എനിക്ക് എല്ലാ പേരെയും ഹെൽപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം പറ്റുന്നത് പോലെ എല്ലാവരും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ എൻ്റെ സമയപരിധി കാരണം എനിക്ക് എല്ലാവരെയും സീരിയസ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അക്കൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഡിസേബിൾ ആവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഇത് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അതിനെ റിക്കവർ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങാണ്. ഇപ്പോൾ ഞാനൊരു പെർസെൻറ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% ആളുകൾക്കും അക്കൗണ്ട് റിക്കവർ ആക്കി എടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നാൽ കുറച്ച് പേരുടെ അക്കൗണ്ട് എനിക്ക് റിക്കവർ ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലർ, എനിക്ക് തോന്നുന്നു കുറേ ഗെയിമേഴ്സ് ആരൊക്കെയാണ്, എനിക്ക് ആരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അവർ പൈസയൊക്കെ മേടിച്ചിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിക്കവർ ആക്കി എടുത്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് അക്കൗണ്ടാണ്, നിങ്ങളുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ഫോളോവേഴ്സുകൾ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5000 രൂപയും 10000 രൂപയൊക്കെ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് റിക്കവർ ആക്കി എടുക്കാൻ പറ്റിയേക്കാം. ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രോബ്ലം നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പ്രോബ്ലം ഫിഗർ ഔട്ട് ചെയ്യണമല്ലോ. യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40% ആളുകളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു കാര്യമില്ലാതെ അവർ വള്ളികൾ പിടിച്ചിട്ടുണ്ടാവില്ല, കുത്തിത്തിരിപ്പ് കാണിച്ചിട്ടുണ്ടാവില്ല, കഴപ്പ് കാണിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഡിസേബിൾ ആവുന്നത് അവര് ആ അക്കൗണ്ട് മൾട്ടിപ്പിൾ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ ലോഗിൻ ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡിസേബിൾ ആയിപ്പോയി. എങ്ങനെ ഡിസേബിൾ ആയി പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരിയുടെ അക്കൗണ്ട് പുള്ളിക്കാരിയുടെ ബോയ് ഫ്രണ്ടിൻ്റെ ഫോണിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു അക്കൗണ്ട് ബാൻഡ് ആയിപ്പോയി. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബോയ് ഫ്രണ്ടിൻ്റെ ഫോണ് ആക്ച്വലി എന്തോ ഒരു കാരണം കൊണ്ട്, മുന്നേ പുള്ളിക്കാരൻ ചെയ്ത എന്തെങ്കിലും കുത്തിത്തിരിപ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓൾറെഡി ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു അക്കൗണ്ട് ഫേക്ക് ആയിട്ടോ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഒറിജിനൽ അക്കൗണ്ട് അല്ല വേറൊരാളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടോ ഇൻസ്റ്റഗ്രാമിന് തോന്നിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആ ഡിവൈസും ഫ്ലാഗ് ചെയ്യും, ആ അക്കൗണ്ടും ഡിസേബിൾ ചെയ്യും. അങ്ങനെ ഒരു ഡിവൈസ് ഫ്ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസിൻ്റെ അകത്ത് ഏതൊക്കെ പുതിയ അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ആ അക്കൗണ്ടുകളെല്ലാം ബാനായി അല്ലെങ്കിൽ ഡിസേബിൾ ആയി പോകാനായിട്ട് 90% ചാൻസ് ഉണ്ട്. സോ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ മാത്രം ലോഗിൻ ആക്കുക, വേറൊരാളുടെ ഫോണിൽ ലോഗിൻ ആക്കാതിരിക്കുക. കാരണം അയാളുടെ ഫോണിൻ്റെ അകത്ത് എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു, എന്തൊക്കെ കഴപ്പുകൾ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു രീതിയിലും അറിയാൻ പറ്റില്ല. നമ്മൾ പോയി നമ്മുടെ അക്കൗണ്ട് വെറുതെ ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കും, നമ്മുടെ അക്കൗണ്ടും അടിച്ചു പോകും. ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം ഒരു ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു മനുഷ്യൻ ഇരുന്ന് ഇൻസ്റ്റഗ്രാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആക്കുന്നതല്ല. ഒരു അക്കൗണ്ട് ഫ്ലാഗ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ AI സിസ്റ്റം അതിനെ ഫ്ലാഗ് ചെയ്ത് ഡിസേബിൾ ചെയ്ത് കളയുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരുടെ അക്കൗണ്ടും പടപടപടാന്നൊക്കെ ഡിസേബിൾ ആയി പോകണേ. മൂന്നാമത്, നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഒരു ഡിവൈസിലോ അല്ലെങ്കിൽ 2 ഡിവൈസിലോ മാത്രമേ ലോഗിൻ ആക്കാൻ പാടുള്ളൂ. അത് നിങ്ങളുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസും ആയിരിക്കണം. നിങ്ങൾക്ക് അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള പുതിയ ഫോണുകളിലേക്ക് ലോഗിൻ ആക്കാതിരിക്കുക. 2 ഡിവൈസിൽ കൂടുതൽ മാക്സിമം നിങ്ങൾ ലോഗിൻ ആക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്, നിങ്ങൾക്ക് അത്രയും സേഫ് ആയിട്ടിരിക്കാൻ പറ്റും. പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് ഫ്ലാഗ് ആവാനുള്ള വേറൊരു കാരണം, നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അകത്ത് പ്രൊഫൈൽ പിക്ചറിൽ കുട്ടികളുടെ ഫോട്ടോ അല്ലെങ്കിൽ 14 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളുടെ ഫോട്ടോയൊക്കെ വരുന്നതാണ്. ചില പാരൻസ് ചെയ്യാറുള്ള പരിപാടിയാണ്, അവരുടെ കുഞ്ഞു കുട്ടിയുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറായിട്ടിടും. അങ്ങനെ പ്രൊഫൈൽ പിക്ചറായിട്ടിടുന്നത് ആക്ച്വലി ഇൻസ്റ്റഗ്രാം മൈനേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഗൈഡ് ലൈൻസിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസാണ് കൊണ്ടുപോകുന്നത്. കുട്ടികളുടെ ഫോട്ടോ ഇടുക, കുട്ടികളുടെ ഫോട്ടോ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് കമൻറ്റുകൾ വരിക, ഇങ്ങനെയുള്ള എൻഗേജ്മെൻ്റ് ഒന്നും ഒരിക്കലും ഒരു രീതിയിലും ഇൻസ്റ്റഗ്രാം വെച്ച് പുലർത്തൂല. അതിപ്പോൾ ഒരു ഫാമിലി പിക്ചർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഫാമിലി പിക്ചർ ആണ് എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയി പോയെങ്കിൽ അപ്പീൽ ചെയ്യുന്ന സമയത്ത്
വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. ഇതിനകത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പീലിൻ്റെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. ആ എക്സ്പ്ലനേഷൻ ചുമ്മാ ChatGPT കൊടുത്തിട്ട് ഒരു എക്സ്പ്ലനേഷൻ എഴുതാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരണമൊന്നും അറിഞ്ഞുകൂടാ, അയ്യോ ഐ ഡോണ്ട് നോ ഹൗ മൈ അക്കൗണ്ട് ഗോട്ട് ഡിസേബിൾഡ്, ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആ ഒരു അക്കൗണ്ടിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് അത് ഡിസേബിൾ ആവാനുള്ള കാരണം എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം അത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്ത് വയ്ക്കുക. കുറച്ച് ടൈം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്മിറ്റ് ചെയ്യുന്ന അപ്പീൽ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമുക്ക് അക്കൗണ്ട് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ കാര്യം, നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പണി തരാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങൾക്ക് പണി തരണമെന്നുണ്ടെങ്കിൽ വേറൊരാളായി നിങ്ങൾ ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 പേര് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ പോണോഗ്രഫി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ടിനെ തകർക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഫ്ലോ ഇരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ സിസ്റ്റത്തിലാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ സിസ്റ്റം ഭയങ്കര ഒരു സ്പാമി ആയിട്ടുള്ള സാധനമാണ്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമല്ലോ. ഒരാൾക്ക് ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പടപെടാൻ തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര അലേർട്ടിലാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ സിസ്റ്റം ഇരിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫ്ലാഗ് ആവും. പണ്ടൊക്കെ ഒരാളിരുന്നായിരുന്നു ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം AI ആക്കി. ഇപ്പോൾ നമ്മൾ ഒരു 10 ഫ്ലാഗ് വരുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഇൻസ്റ്റഗ്രാമിൻ്റെ ഫ്ലാഗ്ഡ് ഡേറ്റാബേസിലേക്ക് പോവുകയും ആ ഡേറ്റാബേസിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവുകയും ചെയ്യുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇൻസ്റ്റഗ്രാമിൽ എല്ലാ സാധനങ്ങളും ഇടാൻ പറ്റൂല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് തോന്നിവാസം വിളിച്ച് പറയാനും തോന്നിവാസം എഴുതിയിടാനും പറ്റുന്ന സ്ഥലമല്ല, തോന്നിവാസം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം നിങ്ങളൊരു നല്ലൊരു ടേബിളിൽ, ഇതേപോലത്തെ ഒരു ടേബിളിൽ വരിക. ടേബിളിൽ വന്നിട്ട് ഫോൺ ഇങ്ങനെ ആ ടേബിളിൽ വെക്കുക. എന്നിട്ട് ഒന്ന് മാനം നോക്കി ഇങ്ങനെ ഇരിക്കുക. അതേ ചെയ്യാൻ പറ്റൂ. ഐ ആം ജസ്റ്റ് കിഡിങ്. ഇൻസ്റ്റഗ്രാമിൻ്റെ അപ്പീൽ ഓപ്ഷൻ മോസ്റ്റ് ഓഫ് ദ കേസസിൽ വർക്ക് ആവില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇനി എക്സ്പ്ലെയിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 വഴികളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, അവരുടെ ട്വിറ്റർ പേജിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അല്ലെങ്കിൽ മെറ്റാ സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ കേസസിൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈ കിട്ടാനും നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തത്, നിങ്ങൾക്ക് മെറ്റാ സപ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഇമെയിൽ ID കിട്ടും. ഇമെയിൽ IDയിലേക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ എങ്ങനെയാണ് മെറ്റാ സപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുക, മെറ്റാ സപ്പോർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റാ സപ്പോർട്ടിലേക്ക് പോകാനും നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തത്, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഫ്ലാഗ് ആവുന്ന സമയത്ത് 3-4 കാര്യങ്ങൾ അവർ നോട്ടീസ് ചെയ്യും. ഒന്ന്, നിങ്ങളുടെ ഡിവൈസ് ID, അതുപോലെ തന്നെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഇമെയിൽ ID, അക്കൗണ്ട് യൂസേജ് പാറ്റേൺസും, അതുപോലെ തന്നെ IP അഡ്രസ്. ഇത്രയും സാധനങ്ങൾ ഫ്ലാഗ് ആയി കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ ആളെ കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമനെ കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യിക്കുക അല്ലെങ്കിൽ അതൊന്ന് പ്രോസസ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആകെയുള്ള ഒരു ഫൈനൽ ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ. അതിന് നിങ്ങൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് ഒരു 24 മണിക്കൂറിനിടയ്ക്ക് ഒരു 100 ഇമെയിൽ അയക്കുന്നത് കൊണ്ടോ 100 സപ്പോർട്ട് റിക്വസ്റ്റ് അയക്കുന്നത് കൊണ്ടോ കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള സംഭവങ്ങളും ചെയ്യാതിരിക്കുക. 24 മണിക്കൂർ ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു അപ്പീൽ അപ്ലൈ ചെയ്യുക. അപ്പീൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഒരു ആൻസറും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ട്വിറ്ററിൽ പോയിട്ട് അവരുടെ സപ്പോർട്ട് തേടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീണ്ടും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ആവും, പക്ഷേ യുവർ അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ് എന്ന് കാണിക്കും. തൊട്ട് താഴെയായിട്ട് അപ്പീൽ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കാണിക്കും. ചില കേസസിൽ നിങ്ങളുടെ അക്കൗണ്ട് അവർ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വർക്കായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒരു 1 മാസം 2 മാസം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് അക്കൗണ്ട് ലോഗിൻ ആക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. മേ ബി അവരുടെ ഫ്ലാഗ് ചെയ്തിട്ടുള്ള ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് മാറുമായിരിക്കും. അതിനുശേഷം
അതിനുശേഷം ഒന്നുകൂടി ഒരു 2 മാസം വെയിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 1 മാസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ആക്കുന്ന സമയത്ത് വീണ്ടും അപ്പീൽ ചെയ്യാൻ പറ്റും, വീണ്ടും അപ്പീൽ ചെയ്യാം. സോ ഇതൊരു വലിയ പ്രോസസ്സാണ്. മോസ്റ്റ് ഓഫ് ദ കേസസിൽ നിങ്ങൾക്ക് മെറ്റയിൽ ആരോഗ്യമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5,000 റുപ്പീസ് ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അക്കൗണ്ട് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് എസ് അഭിജിത്തിനെ ഒരുത്തൻ സ്കാം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. 25,000 രൂപയോ 10,000 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ, അല്ല $2,000 അങ്ങനെ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ അവൻ റിക്കവർ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ വരും. അതൊന്നും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ശരിക്കും റിക്കവർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിലൂടെ ഒരുപാട് റഷ് ചെയ്യാതെ എന്നാൽ ഒരുപാട് സ്ലോയോ ആക്കാതെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടും. എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാലോ, നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവാതിരിക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവില്ല. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതിന് ഞാൻ ഈ പറഞ്ഞ വഴികളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് സംഭവം. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് കിട്ടാവുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൊത്തം വായിച്ചു നോക്കിയാൽ മതി. ആൻഡ് മേ ബി നാളെ ഒരു ദിവസം നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവുകയാണെങ്കിൽ ഈ വീഡിയോയിലേക്ക് വരിക, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോവുക. അതിനകത്ത് ഞാൻ ഒരു 5-6 സ്റ്റെപ്പുകൾ എഴുതിയിട്ടിട്ടുണ്ടായിരിക്കും. ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ കേസസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടും. അപ്പോൾ സിൻസ് മെറ്റയായിട്ട് എനിക്ക് കുറച്ച് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഇനി അടുത്തൊരു ഇമെയിൽ ഇതെന്തുകൊണ്ട് വരുന്നു, എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഒരു ഒഫീഷ്യൽ ഇമെയിൽ വരാൻ മേ ബി എത്രയോ ദിവസങ്ങൾ എടുത്തേക്കാം. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് ആരും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർ മെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ എല്ലാം വെച്ച് ഒരു വീഡിയോ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.